നമസ്തേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം തുടരുന്നു. ഓം വാഗീശാദ്യാ സുമനസ സർവാർത്ഥനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുസ്തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദധാന ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാകുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്ന. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ചതുർത്ഥ സർഗ, 4ാം സർഗമാണ്. അഭിഷേകകാല നിർണയോ മാതുരാശീർവാദശ്ച. അഭിഷേകകാലം നിർണയിക്കുന്നതിന് കൗസല്യാദേവിയുടെ അനുഗ്രഹവും. രാമൻ തിരികെ പോയി കഴിഞ്ഞിട്ട് ഒന്നുകൂടി തിരികെ വിളിച്ച മഹാരാജാവ് ചില ദുർനിമിത്തങ്ങൾ അനുഭവപ്പെടുന്നത് കൊണ്ട് ഒരുപക്ഷെ രാജാവിന് അപ്പോൾ തന്നെ സംശയങ്ങൾ തോന്നിക്കാണും ഈ അഭിഷേകം മുടങ്ങുന്നതിനെ സംബന്ധിച്ച്. അതുകൊണ്ടായിരിക്കാം തിരികെ വിളിക്കുന്നു. ഗതേഷ്വഥ നൃപോ ഭൂയ പൗരേഷു സഹ മന്ത്രിഭിഃ മന്ത്രയിത്വാ തതശ്ചക്രേ നിശ്ചയജ്ഞസു നിശ്ചയം ശ്വ ഏവ പുഷ്യോ ഭവിതാശോ അഭിഷിഞ്ചന്തു മേ സുതം രാമോ രാജീവതാമ്രാക്ഷോ യുവരാജ ഇതി പ്രഭുഃ. അഥാന്തർഗൃഹമാവിശ്യ രാജാ ദശരഥസ്തദാ സൂതമാമന്ത്രയാമാസ രാമം പുനരിഹാനയ പ്രതിഗ്രഹ്യ സ തദ്വാക്യം സൂത പുനരുപായയൗ രാമസ്യ ഭവനം ശീഘ്രം രാമമാനയിതും പുനഃ. ദ്വാസ്തൈരാവേദിതം തസ്യ രാമായാഗമനം പുനഃ ശ്രുത്വൈവ ചാഭിരാമസ്തം പ്രാപ്തം ശങ്കാനിതോ അഭവത്. തീർപ്പുകളുടെ ഫലങ്ങളെ നല്ലപോലെ അറിയുന്നവനായ മഹാരാജാവ് മന്ത്രിമാരോടും കൂടി പൗരന്മാർ പോയതിൽ പിന്നെ ആ സമയം വീണ്ടും സർവാഭീഷ്ടമനോരഥമാകുന്ന അക്കാര്യത്തെപ്പറ്റി തൻ്റെ മനസ്സിൽ തന്നെ ആലോചിച്ച് ഇപ്രകാരം തന്നെ താൻ ഒരു ചെയ്തു. പൂയം നാളാകുന്ന നാളത്തെ ദിവസം എൻ്റെ പുത്രനെ അവർ അഭിഷേകം ചെയ്യും. നാളെ തന്നെ ചെന്താർ നേത്രനായ ശ്രീരാമൻ യുവരാജാവ് എന്ന രാജ്യാധികാരത്തോടു കൂടിയവനായി ഭവിക്കും. അപ്പോൾ ദശരഥ മഹാരാജാവ് കോവിലകത്തിൽ ഏകാന്തമായ ഒരു മുറിക്കകത്ത് പ്രവേശിച്ച് സാരഥിയായ സുമന്ത്രരോടായി ഇപ്രകാരം കൽപ്പിച്ചു: രാമനെ ഒരിക്കൽ കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. ആ സാരഥി അദ്ദേഹത്തിൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് ശ്രീരാമനെ രണ്ടാമതും കൂട്ടിക്കൊണ്ടുവരാനായി തത്ക്ഷണം തന്നെ ശ്രീരാമൻ്റെ കോവിലകത്തേക്ക് വീണ്ടും പോയി ചേർന്നു. ദ്വാരപാലകന്മാരാ ശ്രീരാമൻ്റെ തിരുമുമ്പിൽ അദ്ദേഹത്തിൻ്റെ വീണ്ടുമുള്ള ആഗമനം കേൾപ്പിക്കപ്പെട്ടു. അതിനെ കേട്ട ശ്രീരാമൻ ഉടനെ തന്നെ അദ്ദേഹം തന്നെ വീണ്ടും വന്നിരിക്കുന്നതിനെ ആലോചിച്ച് വന്ന സംഗതി ഇന്നതെന്നറിയാത്ത അവസ്ഥയിലിരിക്കുന്നവനായി ഭവിച്ചു. പ്രവേശ്യ ചൈനം ത്വരിതം രാമോ വചനമബ്രവീത് യദാഗമനകൃത്യം തേ ഭൂയസ്തദ്ബ്രൂഹ്യശേഷതഃ. തമുവാച തതഃ സൂതോ രാജാ ത്വാം ദ്രഷ്ടുമിച്ഛതി ശ്രുത്വാ പ്രമാണം തത്ര ത്വം ഗമനായേതരായ വാ. ഇതി സൂതവച ശ്രുത്വാ രാമോ അഥ ത്വരയാന്വിതഃ പ്രയയൗ രാജഭവനം പുനർദ്രഷ്ടും നരേശ്വരം. തം ശ്രുത്വാ സമനുപ്രാപ്തം രാമം ദശരഥോ നൃപ പ്രവേശയാമാസ ഗൃഹം വിവക്ഷു പ്രിയമുത്തമം. പ്രവിശന്നേവ ച ശ്രീമാൻ രാഘവോ ഭവനം പിതുഃ ദദർശ പിതരം ദൂരാത് പ്രണിപത്യ കൃതാഞ്ജലി. പ്രണമന്തം സമുത്ഥാപ്യ പരിഷ്വജ്യ സഭൂമിവഃ പ്രദിശ്യ ചാസ്മൈ രുചിരമാസനം പുനരബ്രവീത്. രാമ വൃദ്ധോ അസ്മി ദീർഘായുർഭുക്താ ഭോഗാമയേപ്സിതാ അന്നവദ്ഭി
ക്രതുശതൈർയഥേഷ്ടം ഭൂരി ദക്ഷിണൈः ജാതമിഷ്ടമപത്യം മേ ത്വമനുദ്യാനുപമം ഭുവി ദത്തമിഷ്ടമധീതം ച മയാ പുരുഷസത്തമാ. ശ്രീരാമൻ അദ്ദേഹത്തെ അകത്ത് വിളിച്ചു വരുത്തി ഇപ്രകാരം ചോദ്യം ചെയ്തു: അങ്ങയുടെ ബന്ധപ്പാടോടുകൂടിയ ഈ വീണ്ടുമുള്ള വരവിനുള്ള ഉദ്ദേശം ഏതോ അതിനെ മുഴുവനും പറഞ്ഞാലും. അപ്പോൾ സാരഥി അദ്ദേഹത്തോടായി അറിയിച്ചു: മഹാരാജാവ് നിന്തിരുവടിയെ നേരിട്ട് കാണുവാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. നിന്തിരുവടി ഈ വിവരം ചെവിക്കൊണ്ട് എഴുന്നള്ളുന്ന കാര്യത്തെപ്പറ്റി മറിച്ചോ എന്തെങ്കിലും ഒന്ന് തിരുവുള്ളം പോലെ ഉര ചെയ്താലും. ഇപ്രകാരം സാരഥിയുടെ വാക്യത്തെ കേട്ട ശ്രീരാമൻ ദ്രുതഗതിയോട് കൂടിയവനായി മഹാരാജാവിനെ വീണ്ടും സന്ദർശിപ്പാനായി കോവിലകത്തിലേക്ക് ഉടനെ തന്നെ എഴുന്നള്ളി. ദശരഥ രാജാവ് ആ ശ്രീരാമനെ സമീപത്തിൽ എത്തിയവനായി അറിഞ്ഞ പ്രധാനമായ കാര്യത്തെപ്പറ്റി മനസ്സിന് ചാഞ്ചല്യമുണ്ടാകാതിരിക്കത്തക്കവണ്ണം പറവാൻ ഉദ്ദേശിച്ചവനായി മുറികത്ത് വരുവാൻ കൽപ്പിച്ചയച്ചു. ത്രിലോകപ്രസിദ്ധിയാർന്ന ശ്രീരാഘവനും ദൂരത്തിൽ നിന്നു തന്നെ അഞ്ജലി കൂപ്പിക്കൊണ്ട് പിതാവിൻ്റെ അരമനയ്ക്കകത്ത് പ്രവേശിച്ച് ഉടനെ പിതാവിനെ വണങ്ങി നമസ്കരിച്ച് കൽപ്പന എന്തെന്ന് കാത്തുകൊണ്ടു നിന്നു. ആ മഹാരാജാവ് കുമ്പിടുന്നവനായ പുത്രനെ എഴുന്നേൽപ്പിച്ച് മാറോട് ചേർത്തണച്ച് അദ്ദേഹത്തിന് ഉത്തമമായ ഒരു സിംഹാസനത്തെ വീണ്ടും ഇരിപ്പാനായി കാണിച്ചു കൊടുത്തു. അതിൽ പിന്നെ ഇങ്ങനെ അരുളി ചെയ്തു: രാമ, ഏറെനാൾ ജീവിച്ച് ഇപ്പോൾ വാർദ്ധക്യസ്ഥിതിയിലാണല്ലോ ഞാൻ വർത്തിക്കുന്നത്. എന്നാൽ ആഗ്രഹിക്കപ്പെട്ട മനോരഥങ്ങളെല്ലാം അനുഭവിക്കപ്പെട്ടു. അപ്രകാരം തന്നെ അന്നദാനങ്ങളോടും അളവറ്റ ദക്ഷിണകളോടും കൂടിയ എത്രയോ യാഗങ്ങളെ കൊണ്ട് യജിക്കപ്പെട്ട കീർത്തിയും നേടപ്പെട്ടു. ഹേ പുരുഷോത്തമ, നീയും എനിക്ക് പ്രിയപ്പെട്ട പുത്രനായി പിറന്നു. തന്മൂലം ലോകത്തിൽ ഇപ്പോൾ നിസ്തുല്യവും എന്നാൽ പ്രാർത്ഥിക്കപ്പെട്ടതും ആ പ്രാർത്ഥനയുടെ ഫലമായി ലഭിക്കപ്പെട്ടതുമായുള്ള ആ പുത്രഭാഗ്യം പ്രത്യക്ഷത്തിൽ അനുഭവിക്കപ്പെട്ടു. അനുഭൂതാനി ചേഷ്ടാനി മയാ വീരസുഖാന്യപി ദേവർഷിപ്രതിവിപ്രാണാമനർണോ അസ്മി തഥാത്മനഃ ന കിഞ്ചിൻ മമ കർത്തവ്യം തവാന്യത്രാഭിഷേചനാത് അതോ യത്വാമഹം ബ്രൂയാം തന്മേ ത്വം കർത്തുമർഹസി. അദ്യ പ്രകൃതയ സർവാസ്ത്വാമിച്ഛന്തി നരാധിപം അധസ്ത്വാം യുവരാജാനഭിഷേക്ഷ്യാമി പുത്രക അവിചാദ്യാശുഭാൻ രാമ സ്വപ്നേ പശ്യാമി ദാരുണാൻ സനിർഘാദാ മഹോൽക്കാച പതിദേഹമഹാസ്വന. എന്നാൽ ആഗ്രഹിക്കപ്പെട്ടവയായ ദാനവീര്യം, ധർമ്മവീര്യം, ദയാവീര്യം, യുദ്ധവീര്യം എന്ന 4 അവസ്ഥകളെ കൊണ്ട് ഉളവാകുന്ന ഭാഗ്യങ്ങളും അനുഭവിക്കപ്പെട്ടു. അതിനാൽ ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കും ബ്രാഹ്മണർക്കും അപ്രകാരം തന്നെ എൻ്റെ ആത്മാവിന് ചെയ്യേണ്ടവയായ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർത്തവനായി ഞാൻ ഭവിച്ചിരിക്കുന്നു. ഉണ്ണിയുടെ പട്ടാഭിഷേക കൃത്യം ഒന്നല്ലാതെ മറ്റ് എനിക്ക് ചെയ്യേണ്ടതായ യാതൊന്നും തന്നെ ഇല്ല. അതിനാൽ ഞാൻ ഉണ്ണിയോട് യാതൊരു കാര്യം പറവാൻ പോകുന്നുവോ അതിനെ ഉണ്ണി എനിക്ക് വേണ്ടി ചെയ്യേണ്ടതാണ്. മകനെ, ഇപ്പോൾ ജനങ്ങളെല്ലാവരും നിന്നെ രാജ്യാധികാരിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇതിനാൽ ഉണ്ണിയെ യുവരാജാവായി ഞാൻ പട്ടാഭിഷേകം ചെയ്യിപ്പാൻ പോകുന്നു. ശ്രീരാമ, പ്രകാരമിരിക്കെ ഞാൻ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ഇടിവെട്ടോടുകൂടിയ അതിഭയങ്കര ശബ്ദമാർന്ന ഒരു കൊള്ളിമീൻ ഇവിടെ വീണതായും അതുകൂടാതെ ഇപ്പോൾ മനസ്സിന് ചാഞ്ചല്യത്തെ ഉളവാക്കുന്നവയായ അശുഭസൂചകങ്ങളായ ദുർലക്ഷണങ്ങളെയും ഞാൻ കാണുന്നു. അവഷ്ടബ്ധം ച മേ രാമ നക്ഷത്രം ദാരുണൈർഗ്രഹൈഃ ആവേദയന്തി ദൈവജ്ഞാ സൂര്യാങ്കാരകരാഹുഭിഃ പ്രായേണ ച നിമിത്താനാമീദൃശാനാം സമുദ്ഭവേ രാജാ ഹി മൃത്യുമാപ്നോതി ഘോരാം മൃച്ഛതി യദ്യാവദേവ മേ ചേതോ ന വിമുഞ്ചന്തി രാഘവ താവദേവാഭിഷിഞ്ചസ്വ ചലാഹി പ്രാണിനാം മതി. അദ്യ ചന്ദ്രോ അഭ്യുപഗത പുരുഷ്യാത് പൂർവം പുനർവസും സ്വ പുഷ്യയോഗം നിയതം വക്ഷ്യന്തേ ദൈവചിന്തകാഃ തത്ര പുഷ്യോഭിഷക്തസ്ത്വം മനസ്ത്വരയതീവ മാം സ്വസ്ഥാഹമഭിഷേക്ഷ്യാമി യൗവരാജ്യേ പരന്തപ തസ്മാത് ത്വയാദ്യവൃതിനാ നിശ്ചേയം നിയതാത്മനാ സഹ വദ്ധോപവസ്തവ്യാദർഭപ്രസ്തരശായിനാ.
രാമ, ജ്യോതിഷികന്മാർ എൻ്റെ ജന്മനക്ഷത്രം സൂര്യൻ, ചൊവ്വ, രാഹു എന്ന ക്രൂരഗ്രഹങ്ങളാൽ പീഡിപ്പിക്കപ്പെട്ടതായും പറയുന്നു. പ്രായണ ഇപ്രകാരമുള്ള അപശകുനങ്ങളുടെ ഫലമായി രാജാവ് തന്നെ മരണത്തെയോ ഘോരമായ ആപത്തിനെയോ പ്രാപിക്കുന്നു. ഏതു വിധത്തിലും ഇതിന് വശപ്പെട്ട സ്വബുദ്ധിയെയും തന്നെ വെടിയുന്നു. രാഘവ, എൻ്റെ ജീവൻ എൻ്റെ ദേഹത്തെ വെടിയാതിരിക്കുന്നത് ഏതു സമയം വരേക്കുമോ അതിനുള്ളിൽ തന്നെ നീ അഭിഷിക്തനായി ഭവിക്കുക. അതില്ലെന്നാൽ തന്നെയും മനുഷ്യരുടെ ബുദ്ധി സ്ഥിരമല്ലാത്തതാണല്ലോ. ഇന്ന് ചന്ദ്രൻ പൂയം നക്ഷത്രത്തിന് മുമ്പുള്ള പുണർതം നക്ഷത്രത്തിലാണ് വർത്തിക്കുന്നത്. ജ്യോത്സ്യന്മാർ പൂയം നക്ഷത്രമായ നാളത്തെ ദിവസത്തെ നിശ്ചയിച്ചെടുത്തതായി പറയുന്നു. ഹേ ശത്രുഞ്ജയ, പൂയം നാളിൽ നീ പട്ടാഭിഷിക്തനാകണം. എന്നെ എൻ്റെ ആത്മാവ് മറ്റൊന്നിലും ചെല്ലാതെ അക്കാര്യത്തിൽ തന്നെ നിന്നുകൊണ്ട് ബന്ധപ്പെടുത്തുന്നു. നിന്നെ നാളെ യുവരാജാധികാരത്തിൽ ഞാൻ അഭിഷേകം ചെയ്തു കളയാം. ആയതുകൊണ്ട് ഇന്നത്തെ ഈ രാത്രി ധർമ്മപത്നിയോടും കൂടി ദീക്ഷിച്ചവനായും ഭഗവത് ധ്യാന നിരതനായി ദർഭശയനത്തിൽ ശയിക്കുന്നവനായും നിന്നാൽ ഉപവാസത്തോടെ കഴിച്ചു കൂട്ടപ്പെടേണ്ടതാകുന്നു. സുഹൃദശ്ചാപ്രമത്താസ്ത്വാം രക്ഷന്തദ്യ സമന്തതഃ ഭവന്തി ബഹുവിഘ്നാനി കാര്യാണ്യേവം വിധാനി. കാമം ഖലു സദാം വൃത്തേ ഭ്രാതാതേ ഭരതസ്ഥിത ജ്യേഷ്ഠാനുവർത്തി ധർമാത്മാ സാനുക്രോശോ ജിതേന്ദ്രിയഃ. കിന്തു ചിത്തം മനുഷ്യാണാമനിത്യമിതി മേ മതിഃ സദാം ച ധർമ്മനിത്യാനാം കൃതശോഭിച രാഘവ ഇത്യുക്ത സോऽഭ്യനുജ്ഞാതഃ ശോഭാവിന്യപിഷേചനേ വ്രജേതി രാമ പിതരമഭിവാദ്യാഭ്യയാദ്ഗൃഹം. പ്രവിശ്യ ചാത്മനോ വേശ്മ രാജ്ഞോ ദിഷ്ടേയഭിഷേചനേ തസ്മിൻ ക്ഷണേ സനിർഗമ്യ മാതുരന്തഃപുരം യയൗ. അപ്രകാരമുള്ള കാര്യങ്ങൾ അനേകം മുടക്കങ്ങൾക്ക് ഉൾപ്പെട്ടതായിരിക്കുന്നു. അതിനാൽ നിന്നെ ഈ സമയം സ്നേഹിതന്മാർ ജാഗ്രതയോട് കൂടിയവരായി തന്നെ സർവപ്രകാരത്തിലും കാത്തുകൊള്ളട്ടെ. ഭരതനോ ഇപ്പട്ടണത്തിൽ നിന്ന് വേറെയാണ് ഇരിക്കുന്നത്. ശാസ്ത്രപ്രകാരം തക്ക മുഹൂർത്ത ദിവസമായി ഇത് തന്നെയാണുള്ളത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ നിന്റെ പട്ടാഭിഷേകം എൻ്റെ അനുമതിയോട് കൂടിയതായിരിക്കുന്നു. എനിക്ക് തീർച്ചയായും അറിവുള്ളതായ ഇക്കാരണവുമുണ്ട്. നിന്റെ അനുജനായ ഭരതൻ മഹാത്മാക്കളുടെ അനുഷ്ഠാനത്തിൽ അചഞ്ചല ഭക്തിയോട് കൂടിയവൻ, തനിക്ക് മൂത്തവരുടെ ചിത്തത്തെ അനുവർത്തിച്ച് നടക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ ജയിച്ചവനായി അലിവാർന്നവനായി വിളങ്ങുന്നു, ധർമ്മൈക നിരതൻ. ഹേ രാഘവ, ധർമ്മമൊന്നിൽ തന്നെ സദാ ആസക്തിയുള്ള ഉത്തമന്മാരായ മനുഷ്യരുടെ ഹൃദയമാവട്ടെ മറ്റുള്ളവരുടെ നന്മയെക്കുറിച്ച് ആനന്ദിക്കുന്നതായിരിക്കുന്നു എന്ന സംഗതി അപൂർവമായി മാത്രം കാണുന്നത് തന്നെ. എങ്കിലും എനിക്ക് മാത്രം അറിവുള്ള സംഗതിയാണിത്. നാളെ നടപ്പാനുള്ള പട്ടാഭിഷേക സംഗതിയെക്കുറിച്ച് ഇപ്രകാരം നിയമിക്കപ്പെട്ട ആ ശ്രീരാമൻ ഇപ്പോൾ പോകാം എന്ന് അനുമതി നൽകപ്പെട്ടവനായി പിതാവിനെ നമസ്കരിച്ച് തൻ്റെ കോവിലകത്തേക്ക് തിരിച്ചെഴുന്നള്ളി. അദ്ദേഹം മഹാരാജാവിനാൽ ആ പട്ടാഭിഷേക മഹോത്സവത്തിൽ വേണ്ടതായ എല്ലാറ്റിനെയും പറ്റി കൽപ്പിക്കപ്പെട്ട ശേഷം തൻ്റെ കോവിലകത്ത് എത്തിയ ഉടനെ തന്നെ പുറത്തു വന്ന് മാതാവിൻ്റെ അന്തഃപുരത്തിലേക്ക് എഴുന്നള്ളി. തത്ര താം പ്രവണാമേവ മാതരം ക്ഷൗമവാസിനീം ഭാഗ്യതാം ദേവതാഗരേ ദദർശായാജതീം ശ്രിയം. പ്രാഗേവ ചാഗതാ തത്ര സുമിത്രാ ലക്ഷ്മണസ്തഥാ സീതാ ചാനായിത്വാ ശ്രുത്വാ പ്രിയം രാമാഭിഷേചനം. തസ്മിൻ കാലേ ച കൗസല്യാ തസ്താവാമീലിതക്ഷണാ സുമിത്രയാ അന്വാസ്യമാനാ സീതയാ ലക്ഷ്മണേന ച. ശ്രുത്വാ പുഷ്യേണ പുത്രസ്യ യൗവരാജ്യാഭിഷേചനം പ്രാണായാമേന പുരുഷം ധ്യായമാനാ ജനാർദ്ദനം. തഥാ സനിയമാമേവ സോऽഭിഗമ്യാഭിവാദ്യ ച ഉവാച വചനം രാമോ ഹർഷയംസ്താമനിന്ദിതാം. അംബപിത്രാ നിയുക്തോ അസ്മി പ്രജാപാലനകർമ്മണി ഭവിതാശോ അഭിഷേകോ മേ യഥാ മേ ശാസനം പിതുഃ. സീതയാപ്യുപവസ്തവ്യാ രജനീയം മയാ സഹ ഏവ മൃത്യുഗുപാധ്യായൈഃ സഹ മാമുക്തവാൻ പിതാ. യാനി യാന്യത്ര യോഗ്യാനി ശോഭാവിന്യഭിഷേചനേ താനി മേ മംഗളാന്യദ്യ വൈദേഹ്യാശ്ചൈവ കാരയ.
അവിടെ പൂജാഗ്രഹത്തിൽ ആ മാതാവിനെ ശുദ്ധമായ പട്ടുവസ്ത്രം ധരിച്ചവളായി അത്യാസക്തിയോടെ ദൈവപ്രാർത്ഥന വിധിയനുസരിച്ച പ്രകാരം തന്നെ ഉച്ചരിക്കുന്നവളായി മഹാലക്ഷ്മി ഭഗവതിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവളായി കണ്ടു. ശ്രീരാമ പട്ടാഭിഷേകമാകുന്ന നല്ല വർത്തമാനം കേട്ട ഉടനെ തന്നെ സ്വയമായി തന്നെ വന്നു ചേർന്നിരുന്ന സുമിത്രാദേവിയും വർത്തമാനം അറിയിച്ച് കൂട്ടിക്കൊണ്ടുവരപ്പെട്ടവളായ സീതാദേവിയും ലക്ഷ്മണനും അവിടെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്തിൽ കൗസല്യാദേവി സുമിത്രാദേവിയാലും സീതാദേവിയാലും ലക്ഷ്മണനാലും പൂജയ്ക്ക് വേണ്ടവയെ നൽകി ശുശ്രൂഷിക്കുന്നവളായി കണ്ണടച്ച് ധ്യാനിക്കുന്നവളായി വർത്തിച്ചിരുന്നു. പൂയന്നാളിൽ പുത്രൻ്റെ യുവരാജ്യാഭിഷേകത്തെ ഉദ്ദേശിച്ച് പരമാത്മാവായ ജനാർദ്ദനെ പ്രാണായാമ വിധിപ്രകാരം നാമങ്ങളെ ജപിച്ചുകൊണ്ട് ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു. ആ ശ്രീരാമൻ അപ്രകാരം കുറ്റമറ്റവളായി തന്നെ ഭക്തിയോടെ ദൈവധ്യാന നിരതിയായി വർത്തിക്കുന്ന അവളെ സമീപിച്ച് വണങ്ങി നമസ്കരിച്ച് സന്തോഷിപ്പിക്കുന്നവനായി ഇപ്രകാരം വാക്യത്തെ പറഞ്ഞു. അമ്മേ, അച്ഛനാൽ പ്രജകളെ സംരക്ഷിക്കേണ്ട കാര്യത്തിൽ ഞാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ആജ്ഞപ്രകാരം എനിക്ക് പട്ടാഭിഷേകം നാളെ നടക്കുവാൻ പോകുന്നു. ഋത്തിക്കുകൾ, പുരോഹിതന്മാർ ഇവരോടുകൂടെ ഇരുന്ന പിതാവ് എന്നോട് ഇപ്രകാരവും കൂടി ആജ്ഞാപിച്ചു. ഈ രാത്രി സീതയോടുകൂടി എന്നാൽ ഉപവാസത്തോടുകൂടി വർത്തിക്കപ്പെടേണ്ടതാണ്. നാളെ നടക്കുവാൻ പോകുന്ന ഈ പട്ടാഭിഷേകത്തിൽ പ്രാചീന സമ്പ്രദായ പ്രകാരം പൂർവാംഗമായി നടക്കേണ്ടതായ മംഗളകൃത്യങ്ങളായി ഏർപ്പെട്ടവ ഏതെല്ലാമോ അവയെല്ലാം ഇപ്പോൾ വൈദേഹിക്കും എനിക്കും നടത്തിച്ചാലും. ഏതശ്രുത്വാ തു കൗസല്യാ ചിരകാലാഭികാംക്ഷിതം ഹർഷബാഷ്പകുലം വാക്യമിദം രാമമഭാഷത. വത്സ രാമ ചിരം ജീവഹതാസ്തേ പരിപന്ഥിനഃ ജ്ഞാതീന്മേ ത്വം ശ്രിയായുക്ത സുമിത്രായാശ്ച നന്ദയ. കല്യാണേ ബദനക്ഷത്രേ മയി ജാതോ വസി പുത്രക യേന ത്വയാ ദശരഥോ ഗുണൈരാരാധിത പിതാ. അമോഘം ബദമേക്ഷാന്തം പുരുഷേ പുഷ്കരേ ക്ഷണേ യയമിക്ഷ്വാകുരാജ്യശ്രീ പുത്രത്വം സംശ്രയിഷ്യതി. ഇത്യേവമുക്തോ മാത്രേദം രാമോ ഭ്രാതരമബ്രവീത് പ്രാഞ്ജലിം പ്രഹ്വമാസീനമഭിവീക്ഷയ സ്മയന്നിവ. ലക്ഷ്മണീ മാം മയാ സാർദ്ധം പ്രസാദിത്വം വസുന്ധരാം ദ്വിതീയം മേ അന്തരാത്മാനം ത്വാമിയം ശ്രീരുപസ്ഥിതാ. സൗമിത്രേ ഭുങ്ക്ഷ്വ ഭോഗാംസ്ത്വമിഷ്ടാൻ രാജ്യഫലാനി ച ജീവിതം ച ഹി രാജ്യം ച ത്വദർത്ഥമഭികാമയേ. ഇത്യുക്താ ലക്ഷ്മണം രാമോ മാതരാവഭിവാദ്യ ച അഭ്യനുജ്ഞാപ്യ സീതാം ച ജഗാമസ്വം നിവേശനം. കൗസല്യാദേവി ഈ വാക്യത്തെയും ആയത് ഏറെ കാലമായുള്ള തൻ്റെ മനോരഥം എന്നുള്ളതിനെയും നനച്ച് താഴെ വരുമാറ് ആനന്ദ ബാഷ്പത്തോടുകൂടി മധുരമാവണ്ണം ശ്രീരാമനോട് ഉര ചെയ്തു. മകനെ ശ്രീരാമ, ചിരകാലം വാഴുക. നിനക്ക് മുടക്കം ചെയ്യുന്നവന് ആഗ്രഹം സാധിക്കാത്തവരായി ഭവിക്കും. നീ രാജലക്ഷ്മിയോടുകൂടി വിളങ്ങുന്നവനായി എൻ്റെയും സുമിത്രയുടെയും ഉറ്റവരെ സന്തുഷ്ടരാക്കുക. പിതാവായ ദശരഥ ചക്രവർത്തി ഉത്തമ ഗുണങ്ങളെ കൊണ്ട് നിന്നാൽ തൃപ്തിപ്പെടുത്തപ്പെട്ടവനായിരിക്കുന്നു. ആ ഒരു കാരണത്താൽ തന്നെ അല്ലേ ഉണ്ണി, ശുഭനക്ഷത്രത്തിൽ എന്നിൽ നീ ജനിച്ചു എന്നത് സത്യമാകുന്നു. എൻ്റെ സന്തോഷത്തെ ഞാൻ എങ്ങനെ അറിയിക്കും? ഉണ്ണി, എൻ്റെ ഭാഗ്യത്തെ തന്നെ ഞാൻ എന്തെന്ന് പറയട്ടെ? ഇക്ഷ്വാകു വംശരാജ്യലക്ഷ്മിയാകുന്ന യാതൊരു ഇവൾ നിന്നെ ആശ്രയിപ്പാൻ പോകുന്നു. പുണ്ടരീകാക്ഷനായ ശ്രീനാരായണൻ്റെ എൻ്റെ വിഷയത്തിൽ വ്രതോപാസനാദി പൂജാ പരിശ്രമം സഫലമാകുന്നു. മാതാവിനാൽ മേൽപ്രകാരം ആശീർവദിക്കപ്പെട്ട ശ്രീരാമൻ അതിഭക്തിയോട് കൂടിയവനായി കൈകൾ കൂപ്പിക്കൊണ്ട് ഇരുന്നിരുന്ന അനുജനെ നോക്കി അല്പം മന്ദസ്മിതം ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു. ലക്ഷ്മണ, ഈ രാജലക്ഷ്മി എൻ്റെ പുറമേ സഞ്ചരിക്കുന്ന ആത്മാവ് പോലെയുള്ളവനും സഹോദരനും ആയ നിനക്ക് അധീനമായതാകുന്നു. നീ ഈ ഭൂമിയെ എന്നോടുകൂടി പരിപാലിച്ചാലും. ലക്ഷ്മണ, രാജ്യാധികാര ഫലങ്ങളായി ഇഷ്ടപ്പെട്ട ഭോഗങ്ങളെ നീ തന്നെ അനുഭവിക്കുക. രാജ്യസമ്പത്തിനെയും ജീവിതത്തെ തന്നെയും നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇച്ഛിക്കുന്നത്. ശ്രീരാമൻ ഇപ്രകാരം ലക്ഷ്മണനോടായി അരുളി ചെയ്ത ശേഷം അമ്മമാരിരുവരെയും വണങ്ങി നമസ്കരിച്ച് സീതയെയും പോകുവാൻ വിട കൊടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. ഇത്യാർഷേ ശ്രീമദ് രാമായണി വാൽമീകിയെ ആദികാവ്യേ അയോധ്യാകാണ്ഡേ ചതുർത്ഥ സർഗ. 4ാം സർഗം സമാപ്തം. നമസ്തേ.